ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നൽകപ്പെട്ട നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ക്രൈസ്റ്റ് ഫെലോഷിപ്പ് എന്ന സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാവർക്കും കൂടി വന്ന ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പങ്കുചേരുവാൻ ദൈവം അവസരം ഇത് സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെയുള്ള അവസരം ഒരുക്കിയ പ്രിയ എൻ്റെ സഹോദരൻ മാത്യൂസ് ജേക്കബിനോട് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഒരു സഭയിൽ ആരാധിക്കുന്ന അവസരം തന്ന് ഇത് സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്പെട്ട നിമിഷങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 16 വർഷക്കാലം ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാനും ഇപ്പോൾ ദൈവം അവസരം തന്നെങ്കിലും ദൈവം കഴിഞ്ഞ വർഷം വ്യക്തമായി എന്നോട് സംസാരിച്ചു. ഫുൾ ടൈം ചർച്ച് മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങണം. അങ്ങനെ ദൈവകൃപയാൽ ഇപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള തേങ്ങണ എന്ന സ്ഥലത്ത് അബണ്ടന്റ് ലൈഫ് ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വളരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് വചന കേൾവിക്കായി നമ്മുടെ ചിന്തകളെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം മുതൽ 42-ാം വാക്യത്തിൽ നമ്മൾ ചിന്തകളെ തിരിക്കാം. ലെറ്റ്സ് ടേൺ അവർ അറ്റൻഷൻ ടു ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 10 verse 38 to 42. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 10 verse 38 to 42. എന്നെ വളരെ സ്പർശിച്ച് 2-3 കാര്യങ്ങൾ ഇന്ന് രാത്രികാലം വേഗത്തിൽ പറഞ്ഞിട്ട് മാറുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം കാണുന്നു കർത്താവായ യേശു ക്രിസ്തു മാർത്തയെ മറിയയുടെ അടുത്ത് വരുവാണ്. ഇവിടെ നാം കാണുന്നു 38-ാം വാക്യം നമ്മൾ കാണുന്നു. അവൻ യാത്ര പോകയിൽ അവൻ ഗ്രാമത്തിൽ എത്തി. നാം കാണുന്നു മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈകൊണ്ടു. നാം ഇവിടെ കാണുന്നു ഇവിടെ മാർത്ത വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ വെൽക്കം ചെയ്യുകയാണ്, സ്വീകരിക്കുകയാണ്. നാം കാണുന്നു വെൽക്കം ചെയ്ത് മാർത്ത പിന്നെ ഭയങ്കര ബിസിയാണ്. പിന്നെ മാർത്തയെ കാണാനില്ല. പിന്നെ നാം കാണുന്നു അതിന്റെ 39-ാം വാക്യം നാം കാണുന്നു മറിയയോ അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പം മറിയ എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ വെൽക്കം ഒന്നും ചെയ്യാൻ പോയില്ല. എന്നാൽ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയത്തില്ല. 41-42-ാം വാക്യം കർത്താവ് അവളോട് മാർത്തേ മാർത്തേ നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല ആംശയം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഇന്ന് രാത്രിക്കാൽ നമ്മൾ കേട്ട വചനങ്ങൾ വളരെ സിമിലർ ആയിരുന്നു. പ്രത്യേകിച്ച് ആദ്യം സിന്ധു സിസ്റ്റർ ഷെയർ ചെയ്തു. നമ്മൾ വറി ആകല്ല, നമ്മുടെ ഭാരങ്ങൾ യഹോവയിൽ വെച്ചുകൊള്ളുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ ഷെയർ ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കണ്ടന്റ് ആകല്ല, നമ്മുടെ ക്യാപ്റ്റൻ നമ്മൾക്ക് സാധിപ്പിക്കണമെന്ന് വ്യക്തമായി നമ്മോട് ഇന്ന് രാത്രികാലത്തെയും സംസാരിച്ചു. അതിന് സമാനമായ ഒരു വചനമായി ഇന്ന് രാത്രികാലത്തെയും എനിക്ക് തന്നിരിക്കുന്നത് മാർത്തയും മാർത്തനെ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. നമ്മൾ കാണുന്നു 2 പേഴ്സണാലിറ്റീസ് ആയിട്ട്, 2 വ്യക്തിത്വങ്ങളാണ് ഇവിടെ കാണുന്നത്, മാർത്തയും മറിയം. ഇവിടെ നാം കാണുന്നു മാർത്ത എന്ന് പറയുമ്പോൾ കർത്താവിനെ വെൽക്കം ചെയ്തെങ്കിലും കർത്താവിന്റെ പാദപിടുത്ത് ഇരുന്ന് വചനം കേൾക്കുവാൻ അവിടെ മാർത്തയ്ക്ക് സമയമില്ല. മാർത്ത ഭയങ്കര ബിസിയാണ്. അവിടെ കാണുന്നു കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി എല്ലാ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാർത്ത അവിടെ ഭയങ്കര ബിസിയാണ്. കിച്ചണിൽ പല കാര്യങ്ങൾ ചെയ്യുകയും കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ കർത്താവിന്റെ സന്നിധി ഇരുന്ന് വചനം കേൾക്കാൻ മാർത്തയ്ക്ക് അവിടെ സമയമില്ല. പ്രിയരെ, ഇവിടെ നാം കാണുന്നു മറിയോ നാം കാണുന്നു കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും കർത്താവിന്റെ സന്നിധി ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാൻ മറിയ അവിടെ മനസ്സ് വെക്കുകയാണ്. നാം കാണുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് നാം കാണുന്നു ഇവിടെ മാർത്ത കംപ്ലൈന്റ് പറയുകയാണ്. നമ്മൾ കാണുന്നു ഡിസ്ട്രാക്ഷൻസ് ആണ്. നാം കാണുന്നു ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നാം കാണുന്നു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബിസി ആയി പോകുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ആയി പോകുമ്പോൾ നമ്മൾ വറീഡ് ആവുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവും. പ്രിയരെ, അല്ലേ? അവിടെ നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ ഇടയായിത്തീരും. പലതിനെയും ചൊല്ലി നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ കാണുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ധിയിൽ നമ്മൾ വസിച്ചില്ലെങ്കിൽ നമ്മൾ തികച്ചും നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. കർത്താവിന് നമ്മളെ വേണ്ടി നമ്മൾ മിനിസ്ട്രി എന്ന പേരിൽ പലതും ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കും, പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ
അവൻ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കാരണമായി തീരും. അപ്പം ദ ഫ്രൂട്ട് ഈസ് വെരി നെസസറി. കർത്താവിന് വേണ്ടിയ നമ്മളെയാണ്, നമ്മൾ എത്ര മിനിസ്റ്റർ എന്തൊക്കെ നമ്മൾ അധ്വാനിച്ചാലും, രാത്രിയും പകലും കിടന്ന് അധ്വാനിച്ചാലും അതിനപ്പുറമായ ദൈവത്തിന് വേണ്ടിയ നമ്മളെയാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നമ്മളെയാണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്യുന്ന പറഞ്ഞാലും, മിനിസ്ട്രി എന്ന പേരിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്ന പറഞ്ഞാലും നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് മിനിസ്ട്രി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിന് പ്രയോജനമില്ല പ്രിയരെ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കർത്താവിന് പ്രസാദിക്കണം. അത് മാത്രമല്ല, നമ്മൾ കർത്താവിനെ സന്നിധി മാറിപ്പോകല്ല. കർത്താവിന് നമ്മളെയാണ് ആവശ്യം. ഇവിടെ നാം കാണുന്നു ദ ചോയ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കാണുന്നു മാർത്ത ചോയ്സ് ചെയ്തത് അനേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, കർത്താവിനെ വെൽക്കം ചെയ്യാൻ, പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, അനേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാർത്ത അവിടെ ഒരു ചോയ്സ് ചെയ്യുകയാണ്. നമ്മോട് കാണുന്നു മറിയ എന്ന് പറയുമ്പോൾ ചോയ്സ് ചെയ്തത് കർത്താവിന്റെ സന്നിധി ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി മനസ്സ് വെക്കുന്ന ഒരു സഹോദരി. ഇവിടെ നാം കാണുന്ന ചോയ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, ഡിസിഷൻസ് ആണ് നമ്മളെ വലിയൊരു തിരണിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സക്സസിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസ് ആണ്, നമ്മുടെ ചോയ്സ് ആണ് നമ്മളെപ്പോഴും ഏറ്റവും അനുഗ്രഹപ്പെട്ട ക്രിസ്ത്യ ജീവിതത്തിൽ നയിക്കുവാൻ കാരണമാക്കി തീരുന്നത് പ്രിയരെ. ഇവിടെ നാം കാണുന്നു മാർത്ത ചോയ്സ് ചെയ്തു, ഞാൻ പ്രിപ്പറേഷൻ ചെയ്യും, ഞാൻ പലതും കാര്യങ്ങൾ ചെയ്യും. നാം കാണുന്നു കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ അവിടെ സമയമില്ല മാർത്തയ്ക്ക്. എന്നാൽ നാം കാണുന്നു മറിയ എല്ലാ കാര്യങ്ങൾ ചെയ്തെങ്കിലും കർത്താവിന്റെ സന്നിധി വന്ന് ഇരിക്കുവാൻ മറിയ മനസ്സ് വെക്കുകയാണ്. നാം കാണുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു മറിയെ നോക്കി നമ്മോട് കാണുന്നു കർത്താവ് യേശു ക്രിസ്തു വന്ന് മാർത്ത കംപ്ലൈന്റ് പറയുകയാണ് നിനക്ക് എന്നെ കുറിച്ച് വിചാരമില്ലയോ എന്ന് ഇവിടെ നാം കാണുന്നു മാർത്ത കംപ്ലൈന്റ് ചെയ്യുകയാണ്. നാം കാണുന്നു എന്നെ സഹായിപ്പാൻ എന്നെ വരുന്നില്ലല്ലോ എന്ന് മാർത്ത കർത്താവ് യേശു ക്രിസ്തു കംപ്ലൈന്റ് പറയുക. നാം കാണുന്നു കർത്താവ് യേശു ക്രിസ്തു കംപ്ലൈന്റ് ചെയ്തപ്പോൾ നാം കാണുന്നു കർത്താവ് പറയുകയാണ്, മാർത്തേ നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. മാർത്തേ, യു ആർ വറീഡ് ആൻഡ് അപ്സെറ്റ് അബൌട്ട് മെനി തിങ്സ്, ബട്ട് ഓൺലി വൺ തിങ് ഈസ് നീഡഡ്, that what Mary has done is that he has chosen what is better and will not be taken away from her. നാം കാണുന്നു അപ്പം മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി കാലം നമ്മുടെ ചോയ്സസ് ആണ് നമ്മളെ ഒരു ഡെസ്റ്റിനിയിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്നത് പ്രിയരെ. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു ചോയ്സ്, നമ്മുടെ ചോയ്സ് ആണ് കർത്താവായ ദൈവമായിട്ടുള്ള ബന്ധം, കർത്താവായ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല ഫെലോഷിപ്പിലായി തീരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്റിമസി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫെലോഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് രാത്രി കാലം പ്രിയ ബ്രദർ മാത്യു ജേക്കബ് ആ കാര്യം വ്യക്തമായി പറഞ്ഞു. ഫെലോഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രം റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും ശൂന്യമാണ് പ്രിയരെ. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു മാർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ വെൽക്കം ഒക്കെ ചെയ്തെങ്കിലും നാം കാണുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ വസിക്കുവാൻ അല്ലെങ്കിൽ ആ വചനം കേൾക്കുവാൻ അവിടെ മാർത്തയുടെ ജീവിതത്തിൽ സമയമില്ലായിരുന്നു പ്രിയരെ. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മ നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും കർത്താവിന്റെ കൂടെ വസിച്ചില്ലെങ്കിൽ നമ്മൾ അധികം ഫലം കായ്ക്കാൻ കഴിയുകയില്ല പ്രിയരെ. ഇവിടെ നാം കാണുന്നു ഇവിടെ മാർത്ത അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഷീ ഈസ് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ്. വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്റിമസി ഇല്ലാതെ മുൻപോട്ട് പോകുന്ന ഒരു അവസ്ഥ. അപ്പം നാം കാണുന്നു കർത്താവ് മാർത്തയെ നോക്കി പറയാൻ, മാർത്തയെ നീ പലതും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അതല്ല വേണ്ടി, എനിക്ക് നിന്നെയാണ് വേണ്ടി. ഇന്ന് രാത്രി കാലം കർത്താവിന് നമ്മളെയാണ് വേണ്ടിയ പ്രിയരെ. നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും കർത്താവിന്റെ സന്നിധി നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും പ്രിയ. നാം കാണുന്നു പത്രോസ് ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു. വളരെ അധ്വാനിച്ചു. കാരണം പത്രോസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. വളരെ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. നാം കാണുന്നു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും പത്രോസിന് ഒന്നും കിട്ടിയില്ല. അപ്പൊ നാം കാണുന്നു അത്രയും കഴിവും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളായിരുന്നു പത്രോസ്. എന്നാലും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന്റെ പരമാവധി ശ്രമിച്ചു. അധ്വാനിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കാണുന്നു ഒന്നും കിട്ടിയില്ല. നാം കാണുന്നു കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു ഇന്ന സ്ഥലത്ത് വല ഇറക്കാൻ പറഞ്ഞപ്പോൾ നാം കാണുന്നു പെരുത്ത മീൻകൂട്ടമാവാൻ. അപ്പൊ നാം കാണുന്നു കർത്താവിന്റെ സന്നിധി വന്ന് നാം കാണുന്നു കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി മൂവ് ചെയ്തപ്പോൾ നാം കാണുന്നു വലിയൊരു മിനിസ്ട്രിയിൽ വലിയൊരു വിജയമാണ്
പത്രോസിന് കണ്ടത്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടിയ പ്രിയരെ. നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങൾ ഉപയോഗിച്ച്, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞാലും ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് അതിന് പ്രകാരം മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായി തീരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണ്ടിയത് കർത്താവിന്റെ കൂടെ വസിക്കുക, കർത്താവിന്റെ കൂടെ ജീവിക്കുക. The intimacy with Christ, relationship with Christ is very important. Whatever we are doing is not important, but more than that, what we are doing, do we have an intimacy with Christ? Do we have a relationship with Christ? കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സന്തോഷകരമായി ചെയ്യുന്നുണ്ടോ എന്ന് അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ കർത്താവിന് വേണ്ടി കൊടുക്കുന്നവൻ അവൻ സന്തോഷത്തോടെ കൊടുക്കുന്നവൻ ആ കർത്താവ് സ്നേഹിക്കുന്നത് ഇതിന് വചനം പറയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അവൻ സന്തോഷത്തോടെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ദൈവം പ്രസാദിക്കും പ്രിയരെ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് നമ്മളെയാണ് വേണ്ടി. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞാലും ദൈവത്തെ മറന്ന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പം ദൈവത്തിന് നമ്മളെ വേണം. അത് മാത്രമല്ല ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നല്ല ചോയ്സ്. ഇവിടെ കാണുന്നു, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അത് ആരും അവളോട് അപഹരിക്കയില്ലെന്ന് ഇതിന്റെ വചനം പറയുന്നു. നമ്മൾ എടുക്കുന്ന ചോയ്സസ് ആണ് നമ്മളെ നല്ലൊരു ഡെസ്റ്റിനിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്ന പ്രിയരെ. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ജീവിതത്തിൽ അത് നാശത്തിലേക്കല്ല, ശക്തമായ ആത്മീയ ഉയർച്ചയിലേക്ക്, ആത്മീയ പകർച്ചയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഹൃദയപ്രകാരമുള്ള ശബ്ദം കേട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ശബ്ദം കേട്ട് അതിന് പ്രകാരം നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ ദൈവം നമ്മുടെ വഴികൾ, നമ്മളെ ശുശ്രൂഷയിൽ ദൈവം നമ്മളെ മാനിക്കും പ്രിയ. ദൈവം വിശ്വസ്തനാണ്. അല്ലെ, ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കാൻ ദൈവമല്ല. തക്ക സമയത്ത് നമ്മളെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഇവിടെ നാം കാണുന്നു, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സന്നിധാനം ആരൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആറ് ദൈവം ചെലവഴിക്കുന്നു, അവർക്ക് വേണ്ടി അവരെ ദൈവം മാനിക്കാൻ വിശ്വസിക്കണം. ഇവിടെ നാം കാണുന്നു, മാർത്ത കർത്താവിന്റെ അടുക്കൽ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു വന്നുവെങ്കിലും നാം കാണുന്നു ഇവിടെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, മാർത്തേ മാർത്തേ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. അപ്പം നാം കാണുന്നു, ദുഃഖിച്ച് വറീഡാണ്, അപ്സെറ്റ് ആണ്, ഡിസ്ട്രാക്റ്റഡ് ആണ്. കർത്താവിന് അകന്നു പോയ ഒരു മാർത്തയെ കർത്താവ് റൈറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് പറയുകയാണ്, ഒന്ന് മതി, മാരിയ ചൂസൺ വാട്ട് ഇസ് ബെറ്റർ. അപ്പം മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത പോലെ മാർത്തയെ നീ നല്ല അംശം തിരഞ്ഞെടുക്കണമെന്ന് നമ്മോട് കാണുന്നു. കർത്താവ് യേശു ക്രിസ്തു മാർത്തയോട് പറയുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള തീരുമാനം എടുക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ ഏവരെയും ശക്തീകരിക്കട്ടെ. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞാലും ദൈവത്തിന് നമ്മളെയാണ് വേണ്ടി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അപ്പുറമായി അതിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം പ്രിയരെ. ഇന്ന് രാത്രികാലം നമ്മുടെ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ നമുക്ക് ചെയ്യുക. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഇമ്പ ശബ്ദം കേട്ട് അതിന് പ്രകാരം കാൽച്ചോട് വെക്കുവാൻ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും അഭിവൃദ്ധികളും പ്രാപിക്കുവാൻ, നിത്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ, അനേകരെ നിത്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുവാൻ ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. സമയം വെച്ച എല്ലാവരോടും, എല്ലാവരോടും എല്ലാവർക്കും നന്ദി പറഞ്ഞ വാക്കുകളെ ചേർക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.